ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിനമ്മാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ എൻ്റെ യൂട്യൂബ് വീഡിയോസിനകത്ത് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിനകത്തൊക്കെ നമ്മളെ കിച്ചൺ ഹാക്സ് അല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കമന്റ് ബോക്സിലും ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്, ചേച്ചി ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞുതരോ, അല്ലെങ്കിൽ ഷൂസ് വെളുപ്പിക്കാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞുതരോ എന്ന് പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതും. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ കുറച്ച് കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസും അതിനുള്ള ഒരു സൊല്യൂഷനും കൂടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ സ്ഥിരം പെരുമാറുന്ന ഒരു സ്ഥലമാണല്ലോ അടുക്കള. അടുക്കളയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ്, അതിന് പറ്റിയൊരു പ്രൊഡക്റ്റും കൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രൊഡക്റ്റ്. WD-40 എന്നാണ് ഇതിന്റെ പേര്. ഇതിന് 2 നോസിൽസ് വന്നിട്ടുണ്ട്. ഇതിലേക്കൂടി സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെവി ആയിട്ട്, അതായത് വൈഡർ ഏരിയയിലേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നോസിലും, അതുപോലെ തന്നെ എയറോ ആയിട്ടുള്ള ഏരിയാസിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു നോസിലും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 നോസിൽസ് ആണ് വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഏതൊക്കെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മെയിൻ ആയിട്ട് നമ്മളെ ഡിഷ് ഡ്രൈയിങ് റാക്ക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള, സ്റ്റീലിന്റെ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീലിന്റെ ഡിഷ് ഡ്രൈയിങ് റാക്കാണ്. അപ്പൊ അതിനകത്ത് നമ്മളിപ്പോൾ ഞാൻ ഒരു വർഷമായി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് റസ്റ്റ് വരാൻ തുടങ്ങി. പക്ഷെ അത് എത്രയോ ഉരച്ചിട്ടും പോകുന്നുണ്ടായിട്ടില്ല. അതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ് WD-40 എന്നുള്ളത്. ഇത് എങ്ങനെയാണ് അതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം എടുക്കുന്ന ഒന്നുമല്ല, നോസിൽ ഓൺ ആക്കി വെക്കുന്ന, ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റെസ്റ്റിൽ എല്ലാ ഭാഗത്തും നമുക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് സ്പ്രേ ചെയ്ത് നമ്മളൊരു 15 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം നമ്മളൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ച് നല്ലോണം ഉരച്ചു കഴിഞ്ഞാൽ ഈ റെസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പൊ ഇത് സ്പ്രേ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു ബ്രഷോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നോർമൽ ടൂത്ത് ബ്രഷ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി, എല്ലാ റെസ്റ്റും പോകുന്നുണ്ട്. ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പൊ ഞാൻ സ്ക്രബ് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഡിഷ് ഡ്രൈയിങ് റാക്കിന്റെ ആഫ്റ്റർ റിസൾട്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്, റസ്റ്റ് ഒക്കെ അപ്പാടേ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം മതി. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, സ്ക്രബ് ചെയ്ത് കളയുക. അതല്ലാന്നാണെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ടാത്ത സ്ഥലത്താണെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ച് കളയുക. അപ്പൊ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അടുത്ത കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ബാത്റൂമിൽ കാണുന്ന ഈ ഒരു ടാപ്പിന്റെ മുകളിലുള്ള വൈറ്റ് സ്റ്റെയിൻസ്. അത് ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ആയിരിക്കും. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വൃത്തികേടായിരിക്കും. അത് കളയാൻ നമ്മളിങ്ങനെ ഒരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു WD-40 സ്പ്രേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ തെളിഞ്ഞ് വരുന്നത്. അതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കൊരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ നോർമൽ കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ഷൈൻ ആയിട്ട് കിട്ടും. നമുക്കിത് ജെറ്റ് സ്പ്രേയിലും അതുപോലെ തന്നെ ഷവർ ക്യാപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മളെ കോമൺ ആയിട്ടൊരു പ്രോബ്ലം ആണ്, എസ്പെഷ്യലി കുട്ടികളുടെ വീട്ടിൽ ചുമരിൽ കാണുന്ന ഇതുപോലെയുള്ള ക്രയോൺ മാർക്സ്. ഇത് ചെയ്തതിന് കുട്ടികളെ വഴക്ക് പറയാനും പറ്റില്ല, പക്ഷെ എങ്ങനെ മാറ്റണം എന്നും അറിയില്ല എന്നാണെങ്കിൽ ഇതേ സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പ്രേ ചെയ്യുക, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരക്കണ്ടേയും പിടിക്കേണ്ടയും ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളിയായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലത്തെ ഡോറ്, ഒരുപാട് ഡോർസ് ഉണ്ടാവും. അതിനകത്ത് മിനിമം 1-2 ഡോറെങ്കിലും തുറക്കുന്ന സമയത്ത് ക്രേ 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 എന്നുള്ള ഒച്ച എന്തായാലും ഉണ്ടാവും. അഥവാ ഡോർസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോവേഴ്സ് ഏതെങ്കിലും തുറക്കുമ്പോഴും ഇങ്ങനെ ഒരു ഹിഞ്ചസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, സൗണ്ട് വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ആ ഒരു ക്ര് എന്ന് പറയുന്ന ഡോറിന്റെ ഹിഞ്ചസിൽ ഉണ്ടാവുന്ന സൗണ്ട് മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. നമ്മളെ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണല്ലോ ഇത്. ഈ യൂസേജ് മാത്രമല്ല കേട്ടോ, നമ്മളെ കിച്ചണിൽ ഉണ്ടാകുന്ന ഗ്രീസി സ്റ്റെയിൻസ്, നമ്മളെ എണ്ണക്കറ, പറ്റിപ്പിടിച്ച കറകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി. അത് മാത്രമല്ല, കാറിന്റെ ഡോറിലെ ഹിഞ്ചസിൽ ഉണ്ടാവുന്ന സൗണ്ട്, അതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് മതി. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ സൊല്യൂഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് WD-40.
അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി നോക്കുക, പർച്ചേസ് ചെയ്ത് നോക്കുക. നല്ല പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരുപാട് പ്രൊഡക്റ്റിന് പൈസ ചെലവാക്കുന്നതിന് പകരം ആ പൈസ നമുക്ക് ഈ ഒരൊറ്റ പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അടിപൊളി റിസൾട്ട് ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് വാങ്ങി നോക്കാനും ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാനും വേണ്ടി മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.